നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര പാർവതിയമ്മേ ഭഗവതിയെ നമോ നമ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമ. അയ്യപ്പസ്വാമിയെ നമോ നമ. ദുർഗാദേവിയമ്മേ ഭദ്രകാളിയമ്മേ ഭഗവതി അന്നപൂർണേശ്വരി ദേവിയെ ഭഗവതിയെ നമോ നമ. നമസ്കാരം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ത്രിഗ്രഹി യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 ഗ്രഹങ്ങളുടേതായ സംയോഗം. 2026 ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച ഉണ്ടാകുന്ന 3 ഗ്രഹങ്ങളുടേതായ സംയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ത്രിഗ്രഹി യോഗം. മീനം രാശിയിലാണ് ഇവ സംയോജിക്കുന്നത്. എന്നാൽ ശുക്രൻ്റേതായിരിക്കുന്ന ഗണനകൾ മീനം രാശിയിൽ വന്നു ചേർന്ന് പോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ത്രിഗ്രഹി യോഗത്തിൻ്റെ സാന്നിധ്യം വളരെ വളരെ പ്രാധാന്യത്തോട് വന്നു ചേരുകയാണ്. 3 ഗ്രഹങ്ങളാണ് യോഗം ചെയ്യുന്നത്. സൂര്യൻ അഥവാ ആദിത്യൻ അഥവാ രവി, ബുധൻ, അതുപോലെ തന്നെ രാഹു. സ്വാഭാവികമായും രാഹു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ദോഷവശങ്ങളുടേതായിരിക്കുന്ന വ്യവസ്ഥകളാണ് ഓർമ്മ വരുന്നത്. എന്നാൽ സൂര്യനോടൊപ്പവും ബുധനോടൊപ്പവും ചേർന്നു നിൽക്കുന്നത് ആയതുകൊണ്ട് രാഹുവിൻ്റേതായിരിക്കുന്ന പൂർണ്ണ പ്രകാശം സ്വാഭാവികമായിട്ടും പറയാൻ പോകുന്ന 4 രാശിക്കാരിലേക്ക് വന്നു നിറയും. തന്നെയുമല്ല, ശുക്രൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ വന്നു ചേർന്ന് പോകുന്നുമുണ്ട്. ആയതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ത്രിഗ്രഹി യോഗത്തിലൂടെ 4 രാശിക്കാരിലേക്ക് വരാൻ പോകുന്നത്. മീനം രാശിയിൽ രാഹുവിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങൾ ചേരുന്നത് വളരെ സങ്കീർണവും എന്നാൽ ചില നക്ഷത്രജാതരിൽ അപ്രതീക്ഷിതമായ ഭാഗ്യവും ഉണ്ടാക്കുമെന്നുള്ളതാണ്. ത്രിഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വളരെ വലിയ ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥിതിയാണ് ഈ 4 രാശിക്കാരിലേക്ക് വരുന്നത്. സൗഭാഗ്യദായകമായ ദിനങ്ങളാണ് ഇനി ഈ 4 രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരിലേക്ക് വന്നു നിറയാൻ പോകുന്നത്. ആദ്യത്തേത് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറാണ്. മേടക്കൂറുകാരുടെ 12ാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ മേന്മ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ആ മേന്മ ജീവിതത്തിൽ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടിയായി വന്നു ചേരുന്ന സമയമാണിത്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് അതിൻ്റേതായ ലാഭവിഹിതം ലഭിച്ച് തുടങ്ങുന്ന കാലമാണ് ഇതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ വളരെ വലിയ താല്പര്യമുണ്ടാകുന്ന സമയമാണ് ത്രിഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേടക്കൂറുകാരിലേക്ക് വന്നു ചേരുന്നത്. സ്വാഭാവികമായും എല്ലാ നിലവാരത്തിലും സകല സാമ്പത്തിക മേന്മയും
വിചാരിക്കുന്നതിനും 4 മടങ്ങ് ഇരട്ടിയായി വന്നു ചേരുന്ന ഒരു സമയമായിട്ട് ത്രിഗ്രഹി യോഗ കാലത്തെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മേടക്കൂറുകാരോട് പറയാനുള്ളത് അനാവശ്യമായ പണച്ചിലവ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ത്രിഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന സാമ്പത്തികമായ വ്യവസ്ഥകൾ നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ അനാവശ്യമായ ധനച്ചിലവുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വീടിനാവശ്യമായ, വ്യക്തിക്കാവശ്യമായിരിക്കുന്ന, മുൻപോട്ട് പോകുന്നതിനാവശ്യമായ ധനം ഉപയോഗിക്കുക, അനാവശ്യമായി ധനം ചിലവാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ ത്രിഗ്രഹി യോഗം പൂർണ്ണമായിട്ടും അനുഗ്രഹ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെയാണ്. ധനത്തെ സൂക്ഷിക്കുന്ന ഒരാൾക്കാണ് സൂര്യൻ്റെയും ബുധൻ്റെയും രാഹുവിൻ്റെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ത്രിഗ്രഹിയിലൂടെ ഗുണമുണ്ടാകുന്നത്. തന്നെയല്ല, ശുക്രാധിപത്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത് പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൻ്റെ ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലാണ് ത്രിഗ്രഹി സംയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ മാറ്റങ്ങൾക്ക് നിദാനമാകും കർക്കിടകക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതരുടെ ജീവിതാനുഭവങ്ങൾ. വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ധാരാളം ധന സാധ്യതകൾ വന്നു നിറയുന്ന അവസരങ്ങളുണ്ടാകും. തീർച്ചയായും കർമ്മസ്ഥാനങ്ങളിൽ ബഹുലമായിരിക്കുന്ന തരത്തിൽ സമ്പത്തിൻ്റേതായിരിക്കുന്ന ഒരു പ്രവാഹം തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയമുണ്ടാകും. പിതാവിൽ നിന്ന് ധനവും സ്വത്തും ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിതാവിൽ നിന്ന് ധാരാളം സഹായം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർണ്ണതയിലെത്തിക്കുവാൻ ത്രിഗ്രഹി യോഗത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കുമെന്നുള്ളതാണ്. ഒപ്പം ശുക്രൻ്റേതായിരിക്കുന്ന അനുഗ്രഹവും ഈ രാശി ജാതരിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും വളരെയധികം ഫലപ്രദമായിരിക്കുന്ന ഒരു മുൻപോട്ടുള്ള പോക്കാണ് ഈ നക്ഷത്ര ജാതരിൽ നിറയാൻ പോകുന്നത്. കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് 2026 പൊതുവിൽ വളരെ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന ഒരു കാലമാണെന്ന് പറയണം. അത്രത്തോളം ഗുണമാണ് ത്രിഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ഭാഗ്യങ്ങളുടെ ഒരു വർഷമാണ്. സമ്പത്ത് കൊണ്ടും തൊഴിലുകൊണ്ടും കർമ്മ വ്യവസ്ഥിതികൾ കൊണ്ടും വളരെ വളരെ കീർത്തിയും അതുപോലെ തന്നെ ഭാഗ്യവും പൂർണ്ണമായും നിറയുന്നൊരു വർഷമായി കണക്കാക്കിക്കൊള്ളുക. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങക്കൂർ. ചിങ്ങക്കൂറുകാരുടെ 8ാം ഭാവത്തിലാണ് ത്രിഗ്രഹി സംയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ അപ്രതീക്ഷിതമായിരിക്കുന്ന അനുഗ്രഹം ധനലാഭത്തെ കൂട്ടുക തന്നെ ചെയ്യും. രാഹു വളരെയധികം ഭാഗ്യദായകമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ചിങ്ങക്കൂറുകാരിൽ വന്നു ചേരാൻ പോകുന്നത്. ഇൻഷുറൻസ്, പാരമ്പര്യ വഴിയായിട്ടുള്ള സ്വത്തുകൾ, അതുപോലെ തന്നെ സമ്പത്തുകൾ എന്നിവ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പഠന കാലയളവിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് പുരോഗമനവും അതുപോലെ തന്നെ വലിയ വിജയവും പ്രതീക്ഷിക്കാം. ഗവേഷണ രംഗത്തുള്ളവർക്ക് വലിയ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമായിട്ട് 2026 കണക്കാക്കാം. കാരണം ത്രിഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഈ അനുഗ്രഹ ഫലം ഒരു വർഷക്കാലത്തോളം ചിങ്ങം രാശി നക്ഷത്ര ജാതരിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ളതാണ്. ശുക്രൻ്റേതായിരിക്കുന്ന അനുഗ്രഹവും ഉണ്ടാകും. ലഭിക്കപ്പെടുന്ന ധനവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന ജീവിത വ്യവസ്ഥകളും എല്ലാം വളരെ പക്വതയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിങ്ങക്കൂറുകാർ തയ്യാറാകണം. സമയം ലഭിക്കുന്നതിനനുസരിച്ച് ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ നടത്തുക എന്നുള്ളതൊരു പ്രധാന വ്യവസ്ഥയായിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. സൂര്യൻ്റെയും ബുധൻ്റെയും അതുപോലെ തന്നെ രാഹുവിൻ്റെയും യോജിപ്പിലൂടെ ഉണ്ടാകുന്ന ത്രിഗ്രഹിയുടെ അനുഗ്രഹമാണ്. ജീവിതത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് ഗ്രഹങ്ങളോടൊപ്പം രാഹു ചേർന്ന് നിന്നുണ്ടാകുന്ന ഭാഗ്യമുണ്ടാകുന്നത്. ചിങ്ങം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന ഭാഗ്യത്തിന് കയ്യും കണക്കുമില്ലാതെ മുന്നോട്ട് നീങ്ങുമെന്നുള്ളതാണ്. വമ്പൻ ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന സമ്മാന പദ്ധതികൾ പലതും നിങ്ങളുടെ കൈവശം എത്തിച്ചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പൂർണ്ണമായി വിജയിക്കും തരത്തിൽ പൂർണ്ണമാക്കുവാൻ കഴിയും.
അടുത്തത് വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാരുടെ 5ാം ഭാവത്തിലാണ് ത്രിഗ്രഹീ യോഗം നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബുദ്ധിശക്തിയിലുള്ള വർധനവ് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും. കല, സാഹിത്യം, ഓഹരി വിപണി തുടങ്ങിയവയിൽ വളരെ വലിയ കീർത്തിയും അതുപോലെ തന്നെ പ്രശസ്തിയും ഉണ്ടാകും. സമ്പത്ത് ഏറെ അധികരിച്ച് എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ കീർത്തിതമായ വാർത്തകൾ കേൾക്കുവാൻ ഇടയാകും. വൃശ്ചിക കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതരുടെ മക്കളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുചേരുന്ന ബഹുമതികൾ അനുഭവിക്കുവാനും അറിഞ്ഞ് സന്തോഷിക്കുവാനുള്ള ഭാഗ്യം ത്രിഗ്രഹീ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുചേരും. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർണ്ണമാക്കുവാൻ ത്രിഗ്രഹീ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിയും. അതുപോലെ തന്നെ കടബാധ്യതകൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകാനുള്ള സമ്പത്ത് കൈകളിൽ എത്തിച്ചേരും. പുതിയ സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിന് സന്തോഷം പകരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകും. ഏറെ മനോഹരവും ആഗ്രഹദായകവുമാകുന്ന അനുഗ്രഹമാണ് ത്രിഗ്രഹീ യോഗത്തിൻ്റെയും ശുക്രൻ്റെയും അടിസ്ഥാനത്തിൽ ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു സമയമാണ് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. ത്രിഗ്രഹീ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ സൂര്യൻ്റെയും അതുപോലെ തന്നെ ബുധൻ്റെയും അതുപോലെ രാഹുവിൻ്റെയും ചേർച്ചയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഭാഗ്യവും ശുക്രഗ്രഹത്തിൻ്റെ ഏറ്റവും നന്മ നിറഞ്ഞതും പ്രകാശപൂരിതവുമാകുന്ന അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനും വൃശ്ചിക കൂറുകാർക്ക് വിധിയുണ്ടാകുന്നു. ഏറ്റവും ഫലപ്രദമായ ജീവിതത്തിൻ്റെ ഒരു കാലമായിട്ട് 2026 നിങ്ങൾക്ക് കണക്കാക്കാം. സൗകര്യം കിട്ടുമ്പോഴൊക്കെ തന്നെ ഈശ്വര സന്നിധിയിലൊക്കെ പോവുക, പ്രാർത്ഥിക്കുക. എന്നാൽ ത്രിഗ്രഹീ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലെ പൊതു ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് മീനം, കന്നി, മിഥുനം തുടങ്ങിയ രാശിക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ വന്നുചേരാനുള്ള സാധ്യത കാണുന്നു. ഉദര സംബന്ധവും നേത്ര സംബന്ധവുമായ അസുഖങ്ങൾക്ക് വിധി കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായോ പങ്കാളികളുമായോ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ത്രിഗ്രഹീ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുക, ഇളനീർ അഭിഷേകം, പിൻവിളക്ക്, ധാര തുടങ്ങിയവ നടത്തുക എന്നുള്ളത് ഒരു ദോഷപരിഹാരമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പറഞ്ഞ 4 രാശി നക്ഷത്ര ജാതരല്ലാത്തവർ ഇത്തരം പരിഹാര മാർഗങ്ങൾ ചെയ്താൽ ഭാഗ്യസംബന്ധമായ ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് കൂടി ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാഹുദോഷം അകറ്റുന്നതിനായിട്ട് നാഗക്ഷേത്രത്തിൽ നാഗരാജാവിന് 100 പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. ബുധൻ്റെ മൗഢ്യം കുറയ്ക്കുന്നതിനായിട്ട് ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക തുടങ്ങിയത് പതിവാക്കിയെടുക്കുക എന്നുള്ളത് ചെയ്യേണ്ടുന്നതാണ്. അതുപോലെ തന്നെ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോകുമ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യത്തിലും ഉയർച്ച ഉണ്ടാകുന്നതിന് കാരണമാകുമെന്നുള്ളതാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരിയും രാഹു ഗായത്രിയും ജപിക്കുന്നത് വളരെ ഭാഗ്യദായകമായ അനുഭവമായിരിക്കും. തീർച്ചയായും ത്രിഗ്രഹീ യോഗത്തിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.